അപ്പോൾ നമ്മുടെ മെക്കാനിക്കുകളും ഇലക്ട്രീഷ്യന്മാരൊക്കെ നമ്മളത് ചോദിക്കാറുണ്ട്. ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ കണക്ഷൻ, അതായത് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടികൾക്കകത്ത് പവർ സ്റ്റിയറിംഗ് കൊടുക്കാനുള്ള കണക്ഷൻ. അപ്പം കണക്ഷൻസൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഈ കണക്ഷൻ പറയാം. കൂടാതെ വേറൊരു കാര്യം കൂടെ നമുക്കതിന് പറയാനുണ്ട്. അപ്പം ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന പവർ സ്റ്റിയറിംഗ് മൊഡ്യൂൾ. അതായത് ആൾട്ടോ, വാഗണർ, സെന്ന് പോലത്തെ വണ്ടികൾക്കെല്ലാം വരുന്ന പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണിത്. അപ്പം ഇതിനകത്ത് വലിയ രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പം നിങ്ങൾ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആകെ 3 സോക്കറ്റാണ് വരുന്നത്. ഒരു ഗ്രീൻ കളർ സോക്കറ്റ്, ഇവിടെ 2 സോക്കറ്റ്. ഈ ഗ്രീൻ കളർ സോക്കറ്റ് വന്നിട്ട് നിങ്ങളുടെ കോളത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് ടോർക്ക് സെൻസർ വരുന്നത്. അപ്പോൾ അതിനകത്ത് വയറിങ്ങിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഈ സൈഡാണെങ്കിൽ മോട്ടറാണ് വരുന്നത്, അപ്പോൾ അതിനും വയറിംഗ് ഒന്നും വേണ്ട. ആകെ വരുന്നത് നമുക്ക് ഈ ഒരേ ഒരു സോക്കറ്റാണ്. ഇതിനകത്ത് മാത്രമാണ് നമുക്ക് വയറിംഗ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം ഈ ഇതിൽ നമുക്ക് കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലത്തെ വയറെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്കിനകത്ത് റെഡ് ലൈൻ വരുന്ന വയറാണ്. ഇത് നമ്മുടെ ഡയറക്റ്റ് മെയിനാണ്, അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഫുൾ ടൈം സപ്ലൈ ആണിത്. ഇത് വന്നിട്ട് ഗ്രൗണ്ടാണ്, ബോഡി ഗ്രൗണ്ടോ കൊടുത്താൽ മതി. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്കിനകത്ത് വൈറ്റ് ലൈൻ വരുന്ന 2 സൈഡിൽ വൈറ്റ് ലൈൻ വരുന്ന വയറാണ്. ഇത് വന്നിട്ട് ഇഗ്നീഷൻ 12 വോൾട്ടാണ്, അതായത് ചാവി ഓണാക്കുമ്പോൾ വരുന്ന 12 വോൾട്ട് കറണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്ന ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ വയലറ്റ് കളർ ഷെയ്ഡ് വരുന്ന കളറാണ്. ഇത് വെഹിക്കിൾ സ്പീഡാന്ന് പറയും. സ്പീഡോമീറ്റർ സെൻസറുള്ള വണ്ടിയിൽ നിന്ന് അതിൻ്റെ മീറ്ററിൻ്റെ അടുത്ത് തന്നെ ഈ കണക്ഷൻ ഉണ്ടാവും, ഈ കളറിൽ തന്നെ ഉണ്ടാകും. ഈ ഒരു കളറാണ് സ്പീഡോമീറ്റർ സെൻസർ കൊടുക്കേണ്ടത്. അടുത്ത ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം, എൻജിൻ RPM. നമ്മുടെ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ടോ എന്നുള്ളത്, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടോ എന്ന് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഈ ഒരു സിഗ്നലാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. ഇവിടെ എൻജിൻ RPM നമുക്ക് സിഗ്നൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിടെ പവർ സ്റ്റിയറിംഗ് വർക്കാവും. വെഹിക്കിൾ സ്പീഡ് വന്നിട്ട് ഇല്ലെങ്കിലും നമുക്ക് പവർ സ്റ്റിയറിംഗ് വർക്കാവും. പക്ഷേ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആക്യുറസി ആയിട്ടുള്ള വർക്കിങ്ങിന് വെഹിക്കിൾ സ്പീഡ് മസ്റ്റായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. ഇത് മേ ബി ECM ഉള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ആ വണ്ടിയിൽ നിന്ന് തന്നെ വയറിങ് നമുക്ക് ഈ പറയുന്ന സിഗ്നലുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഈ സിഗ്നൽ ഇല്ലാത്ത വണ്ടികൾക്ക്, അതായത് ഇപ്പം ഒരു ജീപ്പാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ട്രാവലർ ആണെങ്കിലോ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് നമുക്ക് ECM എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത പഴയ മോഡൽ വണ്ടികൾക്ക് നമുക്ക് അങ്ങനെ സിഗ്നൽ എടുക്കാനില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ സർക്യൂട്ട് ബോർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സ്പീഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്ത് നമുക്ക് വന്നിട്ട് നിങ്ങൾക്ക് എൻജിൻ സ്പീഡ് പ്ലസ് VSS, അതായത് വെഹിക്കിൾ സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു 3 മോഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റിയറിങ്ങിന് വേണ്ടുന്ന ടോർക്ക് നമ്മുടെ വണ്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ അടുത്ത ഇതിലൊക്കെ പാർട്ടിൽ ചേർക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.